മകന്റെ കല്യാണത്തിന് ശേഷം പല വീടുകളിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാണാം. സാധാരണയായി അവിടെ വന്നു കയറിയ പെൺകുട്ടിയെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുക. യൂഷ്വൽ അമ്മായിയമ്മ മരുമകൾ ഡൈനാമിക്സ്. പക്ഷേ ഇവർ രണ്ടുപേരുമല്ല ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാവരും വേദന അനുഭവിക്കുന്നുണ്ട്. അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ പെട്ടുപോകുന്ന മകന്റെ ബുദ്ധിമുട്ട് ഒട്ടും ചെറുതല്ല. ഇതിന്റെ തുടക്കം ഒരു കല്യാണത്തിൽ നിന്നല്ല, ആ വീട്ടിലെ അമ്മയുടെയും അച്ഛൻ്റെയും കുട്ടിക്കാലത്ത് നിന്നാണ്. അവിടെ അവർക്കുണ്ടായ ഡിസ്ഫങ്ഷൻ നെക്സ്റ്റ് ജനറേഷനിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഇപ്പോൾ മകൻ്റെ ജീവിതത്തെയും അത് ബാധിക്കുന്നു. ഈ പാറ്റേൺ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആ അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ അമ്മ ഒരു ബാഡ് മദർ അല്ല. സ്വന്തം മക്കളെ ഡീപ്പായി സ്നേഹിക്കുന്ന, എല്ലാ ദിവസവും ആരും കാണാത്ത ഒരുപാട് സാക്രിഫൈസസ് ചെയ്യുന്ന ഒരമ്മ. പക്ഷേ ആ അമ്മയുടെ മനസ്സാരും കാണുന്നില്ല. ഹസ്ബൻഡുണ്ട്, റെസ്പോൺസിബിലിറ്റി നോക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമോഷണലി വൈഫിന് അൺറീച്ചബിൾ ആണ്. ക്രൂവൽ അല്ല, അബ്യൂസീവ് അല്ല, ജസ്റ്റ് അൺഅവൈലബിൾ ആണ്. ഫിസിക്കലി പ്രസൻ്റ് ആണെങ്കിൽ പോലും. ഇത് ശരിയാക്കാൻ വർഷങ്ങൾ ശ്രമിച്ചിട്ടും കഴിയാതെ പിന്മാറിയതാണ് ആ അമ്മ. ഇപ്പോൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ആവശ്യപ്പെടുന്നില്ല, ഒപ്പം ജീവിക്കുന്നു, അത്രമാത്രം. പക്ഷേ ഒന്നും വേണ്ടാന്ന് മനസ്സിനെ പഠിപ്പിക്കുമ്പോഴും ഉള്ളിലെ ആവശ്യങ്ങൾ ഇല്ലാതെയാവുന്നില്ല. പിന്നീട് അവരത് കണ്ടെത്തുന്നത് കുട്ടികളിലാണ്. അവർ മക്കളോട് സംസാരിക്കാൻ തുടങ്ങും. വിഷമങ്ങൾ, നിരാശകൾ, ഒറ്റപ്പെടൽ. അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, ഇപ്പോൾ കേൾക്കാൻ അവർ മാത്രമേ ഉള്ളൂ. പുറമേ നോക്കുമ്പോൾ സ്നേഹം മാത്രമേ വിസിബിൾ ആകുകയുള്ളൂ. പക്ഷേ ആ സ്നേഹത്തിൻ്റെ പുറകിൽ വലിയൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. കുട്ടികൾ ഇതെല്ലാം സ്നേഹമാണെന്ന് കരുതി റിസീവ് ചെയ്യും. പക്ഷേ ഈ സ്നേഹം ഹെവിയാണ്. കൂടുതലും ഇത് ആൺമക്കളിലാണ് സംഭവിക്കുന്നത്. അവരമ്മയുടെ സേഫ് പ്ലേസ് ആവും. ലിസ്ണർ, ഇമോഷണൽ സപ്പോർട്ട് എല്ലാം അവൻ തന്നെ. അവനിതൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യില്ല, ബിക്കോസ് അവൻ അമ്മയെ സ്നേഹിക്കുന്നു. പക്ഷേ ഇവിടെ നിന്നാണ് എല്ലാം മാറി തുടങ്ങുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഒരു റോൾ റിവേഴ്സലാണ്. പിന്നീട് ഒരിക്കലും അവന് കുട്ടിയായിരിക്കാൻ പറ്റില്ല. അച്ഛൻ കൊടുക്കാത്ത സപ്പോർട്ട് അവൻ കൊടുക്കാൻ ശ്രമിക്കും. അമ്മയെ സഹായിച്ചേ മതിയാവൂ എന്ന് തീരുമാനിക്കും. ഇതവന് ഹാർഡാണ്, പക്ഷെ ഉപേക്ഷിക്കാനാവില്ല. കാരണം അമ്മ വിഷമിക്കും, ഒറ്റയ്ക്കായി പോകും. അമ്മയെ സഹായിച്ചില്ലെങ്കിൽ അതൊരു തെറ്റായിട്ട് പോലും തോന്നും. ഇവിടെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അവൻ അച്ഛനെ അമ്മയുടെ കണ്ണിലൂടെ കാണാൻ തുടങ്ങും. സെയിം ഡിസപ്പോയിൻമെൻറ്റ്, ഫ്രസ്ട്രേഷൻ അവനും ഫീൽ ചെയ്യും. അവൻ അച്ഛനെ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ അവൻ്റെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് ആണ്. രണ്ട് സത്യങ്ങൾ, രണ്ടും ഒരുമിച്ച് അവന് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. പുറമേ നോക്കുമ്പോൾ എല്ലാം നോർമലാണ്, ക്ലോസ് ആണ്, ലവിങ് ആണ്, ഐഡിയൽ ബോണ്ട് പോലെ തോന്നും. പക്ഷേ ആ കുട്ടിയുടെ മനസ്സാരും അറിയുന്നില്ല. അമ്മയുടെ സർവൈവൽ അവനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കും. പിന്നീട് ആ വെയിറ്റ് ക്യാരി ചെയ്താണ് അവൻ വളരുന്നത്. മാറി ചിന്തിക്കണമെന്ന് തോന്നുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ചോദ്യം വരും. സർവൈവലിന് വേണ്ടി അവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അമ്മയെ എങ്ങനെ ഉപേക്ഷിക്കും? അതിന് കഴിയാതെ അതവൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി ക്യാരി ചെയ്യും. പിന്നീട് അവൻ വലുതായി കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ രണ്ട് തോട്ട്സ് വരും. ഒരു സൈഡിൽ വൈഫിൻ്റെ കൂടെ നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യണം എന്ന് വിചാരിക്കും. ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതർ സൈഡിൽ അമ്മയോടുള്ള റെസ്പോൺസിബിലിറ്റി. അവന് നോ പറയാൻ പറ്റില്ല. ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഗിൽറ്റ് വരും. അവനൊരു ബാഡ് ഹസ്ബൻഡ് അല്ല, പക്ഷേ വൈഫിന് വേണ്ടി ഫുള്ളി പ്രസൻ്റ് ആവാൻ അവന് പറ്റുന്നില്ല. ബിക്കോസ് ഒരു സൈഡിൽ അവൻ ഇപ്പോഴും അമ്മയുടെ ഇമോഷണൽ വേൾഡ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം, അമ്മ അവൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി അല്ല, ഓവർ അറ്റാച്ച്മെൻ്റ് ആണ്. അതവൻ മനസ്സിലാക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം ഇമ്പാക്ട്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ആർക്കാണെന്നറിയോ? അവൻ്റെ വൈഫ്, ആ വീട്ടിലെ ഡോട്ടർ ഇൻ ലോ.
ഒരുപാട് സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ആ വീട്ടിലെത്തിയതാണ് അവൾ, ഒന്നിച്ചൊരു ലൈഫ് ബിൽഡ് ചെയ്യാൻ. പക്ഷേ പതിയെ അവൾക്ക് മനസ്സിലാവും അവളുടെ ഹസ്ബൻഡ് അവളെ ഫുള്ളി പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്ന്. അവരുടെ ഇടയിൽ ഒരു തേർഡ് പ്രസൻസ് ഉണ്ടെന്ന്, വിസിബിൾ അല്ലാത്ത ഒരു കോൺസ്റ്റൻറ്റ് പ്രസൻസ്. അവരുടെ എല്ലാ ഡിസിഷൻസും പ്ലാൻസും ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ ഒരാൾ. അവൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതവളെ പിടിച്ചു നിർത്തും. പക്ഷെ അവൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അവൾ ഫൈറ്റ് ചെയ്യുന്നത് മദർ-ഇൻ-ലോയോടല്ല, അവളുടെ ഹസ്ബൻഡ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായുള്ള ആ അമ്മയുടെ അൺമെറ്റ് നീഡ്സിനെയാണ് അവൾ ഫൈറ്റ് ചെയ്യുന്നത്. സ്നേഹവും ഒറ്റപ്പെടലും ആവശ്യങ്ങളും എല്ലാം കൂടി ചേർന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ബ്ലെൻഡായ ഒരു ബോണ്ടിനെയാണ് അവൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇതുതന്നെയാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ മദർ-ഇൻ-ലോ ഡോട്ടർ-ഇൻ-ലോ പ്രോബ്ലംസിൻ്റെയും റൂട്ട്. ഇത് രണ്ട് വിമൻ്റെ കഥയല്ല, തന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അമ്മയുടെ ഭയമാണ്. തനിക്ക് ഫുള്ളി അവൈലബിൾ അല്ലാത്ത ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കാൻ നോക്കുന്ന ഒരു വൈഫിൻ്റെ പെയിനാണ്. രണ്ടുപേരെയും സ്നേഹിച്ച് ആരെയും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു മകൻ്റെ സ്ട്രഗിളാണ്. ഒരാളെ ചൂസ് ചെയ്യുന്നത് മറ്റേയാളെ ഉപേക്ഷിക്കുന്നതല്ല എന്നവൻ അറിയുന്നില്ല. പുതിയ ജീവിതം തുടങ്ങിയെങ്കിലും അവനിപ്പോഴും പഴയ റോൾസിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. ഒരു സ്റ്റെപ്പ് ബാക്കിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും, ഇതിവിടെ തുടങ്ങിയതല്ല, ആ അമ്മയിൽ നിന്നുമല്ല, അതിനു മുന്നേ ആ അച്ഛനിൽ തുടങ്ങിയതാണ്. അച്ഛനൊരു വില്ലനല്ല, പക്ഷേ സ്നേഹിക്കാൻ പഠിക്കാത്ത ഒരാളാണ്. അദ്ദേഹം വളർന്നത് ഇമോഷണലി സേഫ് അല്ലാത്ത ഒരു വീട്ടിലാണ്. അവിടെ സോഫ്റ്റ്നെസ് വീക്ക്നെസ് ആയിരുന്നു, ഫീലിങ്സ് തന്നെ റിസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വയം ഷട്ട് ഡൗൺ ചെയ്യാൻ പഠിച്ചു, ചുറ്റും വാൾസ് ഉണ്ടാക്കി സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടും ആ വാൾസ് മാറിയില്ല. നമുക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നും. പക്ഷേ ഒന്ന് പോസ് ചെയ്തിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും, ആരും ചേർത്ത് പിടിക്കാത്ത ആ ചെറിയ കുട്ടി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ ഡിസ്റ്റൻസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടലിന് പരിഹാരം അവൾ കുട്ടിയിൽ കണ്ടെത്തി. ആ കുട്ടി അമ്മയ്ക്ക് വേണ്ടി അവൻ്റേതല്ലാത്ത റെസ്പോൺസിബിലിറ്റീസ് പ്രയോറിറ്റൈസ് ചെയ്തു. അവൻ്റെ ജീവിതം ബാധിക്കപ്പെട്ടു. ഒരാളുടെ മുറിവ് 4 ജീവിതങ്ങളിൽ പോയി എത്തി. അപ്പോൾ ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പേരൻസ് അവർക്കറിയുന്നത് ചെയ്തു, സർവൈവ് ചെയ്യാൻ പഠിച്ചു. അതാണ് അവരുടെ ലൈഫ്. അവ ഈ പാറ്റേൺ കാണാത്തത് അവർ കെയർ ചെയ്യാത്തത് കൊണ്ടല്ല, അവരിത് കാണാൻ പഠിച്ചിട്ടില്ല, അവർക്ക് പറയാൻ അറിയില്ല. പക്ഷേ നമുക്കങ്ങനെയല്ല, അതിനുള്ള ടൂൾസ് ഉണ്ട്, നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അവയർനെസ് കൊണ്ട് മാത്രം ഒന്നും മാറില്ല. ഇനി ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കുറ്റപ്പെടുത്താനല്ല, ഫൈറ്റ് ചെയ്യാനല്ല, കാണാനും മനസ്സിലാക്കാനും. നമ്മുടെ കുട്ടികളിലേക്ക് എന്താണ് പാസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഇമോഷണൽ വെയിറ്റ് അവർ ക്യാരി ചെയ്യേണ്ടതല്ല. നമ്മുടെ ലോൺലിനെസ്, നമ്മുടെ അൺമെറ്റ് നീഡ്സ്, ഇതൊന്നും അവർ ക്യാരി ചെയ്യണ്ട. അവർ കുട്ടികളായി തന്നെ ഇരിക്കട്ടെ. നമ്മുടെ നീഡ്സ്, നമ്മുടെ ലോൺലിനെസ്, നമ്മുടെ വേദനകൾ എല്ലാം റിയലാണ്. പക്ഷേ അത് ഫേസ് ചെയ്യേണ്ടത് നമ്മളാണ്, അത് ഹീൽ ചെയ്യേണ്ടതും നമ്മളാണ്. അതിന് റൈറ്റ് സപ്പോർട്ട് കണ്ടെത്തണം. ഒരിക്കലും അത് നമ്മുടെ കുട്ടികളാവരുത്. നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മാത്രമല്ല മാറുന്നത്, നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് മാറും, അവരുടെ റിലേഷൻഷിപ്സ് മാറും. ഈ സൈക്കിൾ ഇവിടെ അവസാനിക്കും. നമ്മുടെ പേരൻസിലല്ല, പാസ്റ്റിലല്ല, നമ്മളിൽ അവസാനിക്കും. ഇത് തുടങ്ങാൻ ഒരു ചെറിയ ഡിസിഷൻ മതി. നമ്മുടെ പെയിൻ നമ്മുടെ കുട്ടികളിലേക്ക് പാസ് ചെയ്യില്ല എന്നൊരു ഡിസിഷൻ. നിങ്ങളിത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിന് തയ്യാറാവും. എനിക്കുറപ്പാണ്. അത് മതി. അടുത്ത വീഡിയോയിൽ കാണാം. See you.